പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് ഇന്ന്. കാരണം കേട്ടിട്ട് റിസൾട്ട് വന്നു അല്ലേ? നിങ്ങൾക്കറിയാം, എല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ എയിം സ്റ്റഡി സെൻറ്ററിൽ പഠിച്ചിട്ടുള്ള 400-ലധികം കുട്ടികളാണ് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തത്. കേരളത്തിൽ തന്നെ ചരിത്ര വിജയമാണ് അല്ലേ? അതായത് നമ്മുടെ സെൻറ്ററിൽ നിന്ന് മാത്രം 400-ലധികം കുട്ടികളാണ്. മറ്റൊരു സെൻറ്റേഴ്സിലും എത്രത്തോളം സെൻറ്റേഴ്സുകൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. എങ്കിലും നമ്മുടെ സെൻറ്ററിൽ 400-ലധികം കുട്ടികളാണ് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകൾ. കഴിഞ്ഞ 2 വർഷമായി ഇതുപോലെ തന്നെ 300-ലധികം കുട്ടികൾ, കഴിഞ്ഞ കേട്ടറ്റിൽ തന്നെ 300-ലധികം കുട്ടികൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം 400-ലധികം കുട്ടികളുണ്ട്. അത് നമുക്ക് ഫുള്ളായിട്ട് നോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തതിൽ വെച്ചിട്ട് 400-ലധികം കുട്ടികളാണ് കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് കേട്ടറ്റിൻ്റെ റിസൾട്ടും LPSAയുടെ റിസൾട്ടും ഒരു ദിവസമായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ കളക്ട് ചെയ്യാനായിട്ട് ഡാറ്റാസ് കളക്ട് ചെയ്ത് എത്തിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റാസ് വെച്ചിട്ട് നോക്കുമ്പോൾ തന്നെ 400-ലധികം കുട്ടികളാണ് കേട്ടിട്ട് വിവിധ കാറ്റഗറികളിലായിട്ട് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷം, എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. അതുപോലെ തന്നെ ഇപ്പോൾ കേട്ടിട്ട് നേടിയ ആളുകളാണെങ്കിൽ ആ പഠിത്തം ഒരിക്കലും ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യരുത് കേട്ടോ. കാരണം വരാനിരിക്കുന്ന ഒരു LP UP നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പം അതൊന്ന് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഒന്നെന്ന് പഠിച്ചു തുടങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തരുത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന ആ ഒരു ട്രാക്കിൽ ഇപ്പോൾ നിങ്ങളുണ്ട്. കേട്ടിട്ട് എന്ന് പറയുന്ന ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആ ഒരു ട്രാക്കിൽ ഇപ്പോൾ നിങ്ങളുണ്ട്. ഇനി അതിൽ നിന്നൊന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് പല കാര്യങ്ങളുണ്ടാവാം, വീട്ടിൽ പല കാര്യങ്ങളുണ്ടാവാം. പക്ഷെ എങ്കിലും അല്ലെങ്കിലും വേറെ എന്തെങ്കിലും കുറേ എക്സ്ക്യൂസുകൾ നമുക്ക് വരും. അപ്പോൾ എക്സ്ക്യൂസുകളൊന്നും പറഞ്ഞ് നിങ്ങൾ അതിൽ നിന്ന് ആ ഡീവിയേറ്റ് ചെയ്ത് പോവാതെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം ഈ ഒരു മാർച്ചോട് കൂടി അടുത്തൊരു LP UP നോട്ടിഫിക്കേഷൻ വരും. കാരണം ഇപ്പോൾ LPSAയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു അല്ലേ? അപ്പോൾ അതിൽ നമുക്ക് ഒത്തിരി വിജയമുണ്ട് കേട്ടോ. ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ LPSAയുടെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തു. ഒരു ഓഗസ്റ്റ് മാസത്തോടു കൂടി UPSAയുടെ റാങ്ക് ലിസ്റ്റും വരാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ജില്ലകളിലും കഴിയുന്നതിനനുസരിച്ചായിരിക്കും അവർ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുക? കേട്ടിട്ട് നേടിയിട്ടുള്ള ആളുകളൊക്കെ വരാനിരിക്കുന്ന LPSA UPSA എന്ന് പറയുന്ന എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കേട്ടിട്ട് നേടാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കേട്ടിട്ട് കിട്ടാതിരിക്കാനുള്ള കാരണം എന്തായിരുന്നു? എല്ലാം നിങ്ങൾ കാരണം കൊണ്ട് തന്നെയാണ്. കേട്ടിട്ട് നേടിയ ആളുകൾ എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തരായിട്ടുള്ള ആളുകളല്ല. നിങ്ങളെപ്പോലെയുള്ള സ്റ്റുഡൻസ് തന്നെയാണ് അവരും. പക്ഷെ അവർ അതിനു വേണ്ടി സമയം കണ്ടെത്തിയിരുന്നു. അതാണ് അവർക്ക് വേണ്ടി. അതായത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട്, സിലബസ് അധിഷ്ഠിതമായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അവരത് പഠിച്ചു പോയിരുന്നു. കുറച്ച് സമയമെങ്കിലും അതിനുവേണ്ടി മാറ്റി വെക്കണം. നമ്മൾ കുറേ എക്സ്ക്യൂസുകൾ ഉണ്ടാവും ഡെയിലി ലൈഫിൽ. നമ്മൾ വീട്ടിൽ അമ്മമാരാണ്, നമ്മൾ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പം അങ്ങനെ ഒത്തിരി എക്സ്ക്യൂസുകൾ നമുക്ക് ഉണ്ടാവും. അങ്ങനെ എടുക്കരുത്. അതായത് നമ്മളുടെ ആവശ്യമല്ലേ കേട്ടിട്ട് നേടുക എന്നുള്ളത് വലിയൊരു പരീക്ഷയാണ്. അപ്പോൾ അതിന് ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ ഇരുന്ന് പഠിക്കുക. ഇപ്പോൾ 8 വർഷമായി 9 വർഷമായി എനിക്ക് കിട്ടിയില്ല. എന്തുകൊണ്ട് കിട്ടിയില്ല? 8 തവണ എഴുതി എന്തുകൊണ്ട് കിട്ടിയില്ല? അല്ലെങ്കിൽ 4 തവണ എഴുതി എന്തുകൊണ്ട് കിട്ടിയില്ല? ഓൺലി ബിക്കോസ് ഓഫ് യു. നിങ്ങൾ കാരണം കൊണ്ട് തന്നെയാണ് കിട്ടാത്തത്. നിങ്ങൾ പഠിച്ചെഴുതിയ പരീക്ഷ ആരെങ്കിലും ഒരാൾ തോൽക്കോ? ഇല്ല. എങ്ങനെ തോൽക്കുക? നമ്മളെല്ലാം കവർ ചെയ്തോ? അത്രയും ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു എന്ന് പറയാനുള്ളതില്ലല്ലോ. എവിടെ നിന്നാണ് വരുന്നത്? ചോദ്യങ്ങൾ നമ്മൾ പഠിച്ച ഭാഗത്തു നിന്ന് തന്നെയാണ് വരുന്നത്. എന്തുകൊണ്ട് പഠിച്ചില്ല? ദാറ്റ്സ് അപ് ടു യു അല്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കുക. കുറേ കാര്യങ്ങൾ വരും, അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട്. കാരണം ഇനി ഒരു 3 മാസത്തിനുള്ളിൽ അടുത്ത കേട്ടറ്റ് വിളിക്കും. ഒരു 3 മാസം കൊണ്ട് അടുത്തൊരു കേട്ടറ്റ് വിളിക്കും. അതായത് നോർമലി ആദ്യമൊക്കെ 2 തവണയായിരുന്നു കേട്ടറ്റ്. പിന്നീട് അത് എന്താക്കി? 3 തവണയാക്കി. അതായത് 4 മാസം കൂടുമ്പോൾ 3 എക്സാംസ് ആയിരുന്നു ഒരു വർഷത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഈ കൊറോണ വന്നതുകൊണ്ട് അവിടെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഒരു പരീക്ഷ ഈ ഒരു വർഷത്തിൽ നടത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു 3 വർഷത്തിനുള്ളിൽ തന്നെ, കാരണം അവർ വളരെ വേഗത്തിൽ തന്നെ റെക്ടിഫൈഡ് ആൻസർ കീ വന്നു, റിസൾട്ട് പബ്ലിഷ് ചെയ്തു, എല്ലാം വളരെ വേഗത്തിലായിരുന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു 3 മാസത്തിനുള്ളിൽ അടുത്ത ഒരു പരീക്ഷ വരും. നോട്ടിഫിക്കേഷൻ അല്ല, പരീക്ഷ വരും. അപ്പോൾ ഇപ്പം മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക. ഇനിയും കുറേ എക്സ്ക്യൂസുകൾ പറയാൻ നിൽക്കരുത്. അതിപ്പോൾ സ്വന്തമായിട്ട് വീട്ടിലിരുന്നവർ പഠിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചില കോച്ചിങ് സെൻറ്ററുകളിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവും, ഓൺലൈനായിട്ട് വെറും സോഷ്യൽ മീഡിയാസ് മാത്രം നോക്കി പഠിക്കുന്ന ആളുകളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ആരാണെങ്കിലും എല്ലാവരുടെ അടുത്തും കൂടെയാണ് പറയുന്നത്. കേട്ടിട്ട് എഴുതുന്ന ആളുകളോടാണ് പറയുന്നത്. എന്ത് ചെയ്യുക? കുറേ കാര്യങ്ങളുണ്ടാവും. ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും അതിനു വേണ്ടി മാറ്റി വെച്ച് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം.
കേട്ടോ. അപ്പോൾ നമ്മുടെ എയിം സ്റ്റഡി സെൻറ്ററിൽ LP-UP ആണെങ്കിലും കേറ്ററ്റിനാണെങ്കിലും നമ്മൾ ഈ വരുന്ന ഞായറാഴ്ച ഒരു ലോങ് ബാച്ച് ആരംഭിക്കുന്നുണ്ട്. നമ്മൾ എല്ലാവർക്കും 50% ഓഫർ, ഫീസിൽ 50% ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആ കോച്ച് എങ്ങനെയുള്ള കോച്ചിങ് ആയിരിക്കും നമ്മൾ തരിക, എങ്ങനത്തെ പരിശീലനം ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ കാണാത്തവർ ആ വീഡിയോസ് കാണുക. അതുപോലെ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എയിംസിൻ്റെ ഒഫീഷ്യൽ നമ്പറായ 9446537080 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കോഴ്സിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാനാണെങ്കിലും നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും, ഇപ്പോൾ LP-UP ആണെങ്കിലും കേട്ടറ്റ് ആണെങ്കിലും എന്ത് സംശയമാണെങ്കിലും നിങ്ങൾ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ചുള്ള എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ അതിൽ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ടാണെങ്കിലും LP-UP കേട്ടറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ഡൗട്ടാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം നമ്മളോട്. അപ്പോൾ ഏത് ഡൗട്ടാണെങ്കിലും LP-UP ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, കേട്ടറ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. പക്ഷേ ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ, പഠിക്കുക. കാരണം നമ്മളുടെ മുന്നിൽ വളരെ കുറച്ച് സമയമുള്ളൂ. ഇപ്പോൾ LP-UP ആണെങ്കിലും വളരെ കുറച്ച് സമയം മാത്രമേ തന്നെ ഉള്ളൂ. ആ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3 മാസത്തിനുള്ളിൽ, കൺഫർമേഷൻ കൊടുത്ത് 2 മാസം, ഇപ്പോൾ കൺഫർമേഷൻ കൊടുത്ത് ഒരു 2 മാസം കഴിയുമ്പോഴേക്കും നമുക്കത് എക്സാം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും വരിക. അപ്പോൾ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് വളരെ മണ്ടത്തരമാണ്. കാരണം ഇനി ഈ സിസ്റ്റംസ് ഓരോന്നും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വരുന്നു, അത് അപ്ലൈ ചെയ്യുന്നു, അപ്പോൾ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ സിസ്റ്റം മാറുന്നു, അങ്ങനെ പല മാറ്റങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ഇനി നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ ചാൻസുകളും നിങ്ങൾ മിസ്സാക്കിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഏജ് കൂടുന്നു, എക്സാംസിൻ്റെ പാറ്റേൺസിൽ മാറ്റം വരുന്നു, ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇനി വരുന്ന ഒരു അവസരം നിങ്ങളിൽ നിന്ന് നഷ്ടമാവരുത്. അപ്പോൾ ആ ഒരു രീതിയിൽ പഠിക്കുക കേട്ടോ എല്ലാവരും ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. അതുപോലെ കേട്ടിട്ട് നേടിയിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. അതുപോലെ നമ്മുടെ സെൻറ്ററിൽ നിന്ന് മാത്രം, ഇപ്പം നമ്മൾ നോക്കിയതിൽ നിന്ന് വെച്ച് മാത്രം 400-ലധികം കുട്ടികളാണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ സിലബസ് അധിഷ്ഠിതമായിട്ടൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കോച്ചിങ് ആയിരിക്കും നിങ്ങൾക്ക് എയിം സ്റ്റഡി സെൻറ്ററിൽ നിന്ന് ലഭിക്കുന്നുണ്ടാവുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എയിംസിൻ്റെ ഒഫീഷ്യൽ നമ്പറായിട്ടുള്ള 9446537080 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക്